Hi all, welcome back. ഇതുവരെയുള്ള തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഡിസ്കസ് ചെയ്തു. സ്ട്രെസ് എന്താണ്, സ്ട്രെസ് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനദർ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേര് തെർമൽ സ്ട്രെസ്സസ് എന്നാണ്. തെർമൽ സ്ട്രെസ്സസ് എന്താണ്, തെർമൽ സ്ട്രെസ്സസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, തെർമൽ സ്ട്രെസ്സിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, തെർമൽ സ്ട്രെസ്സസ് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്ട്രെസ് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്ട്രെസ് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി ഡിഫോം ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഡിഫോർമേഷൻ സംഭവിക്കാൻ ബോഡിയിൽ അനുവദിക്കാതിരിക്കാൻ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ റെസിസ്റ്റൻസ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്താണ്? സ്ട്രെസ് ആണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ഇനി ഇതേപോലെ ഫോഴ്സിന് പകരം ടെമ്പറേച്ചർ ചേഞ്ച് ആണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇപ്പോൾ തണുത്ത ക്ലൈമറ്റിലാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും, ഹൈലി ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ അതിന് ഡീഫോർമേഷൻ സംഭവിക്കാം. അങ്ങനെ ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ള സ്ട്രെസ്സസിനാണ് തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുക. സോ സ്ട്രെസ്സസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിഫോർമേഷൻ നടക്കും നമുക്കറിയാം അല്ലേ. സോ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക, ഡിഫോർമേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാർ എടുക്കുന്നു. ഓക്കെ, ഒരു ബാർ ഉണ്ട്, ആ ബാറിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ഇതിനെ ഞാൻ അതിന് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ റൂം ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇതിന്റെ റൂം ടെമ്പറേച്ചറിനേക്കാൾ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാ പാർട്ടിക്കിൾസിനും കുറെ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. സോ മോളിക്യൂൾസ് ഒക്കെ നന്നായിട്ട് പാക്ക് ചെയ്തിരിക്കുകയായിരിക്കും. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഡൈമെൻഷൻ ഇൻക്രീസസ്. സോ എൽ എന്ന് പറഞ്ഞ ഡയമെൻഷൻ എന്ത് സംഭവിക്കും? ഇൻക്രീസ് സംഭവിക്കും. സോ എൽ ഇൻക്രീസസ് ടു അനദർ ലെങ്ത്. സോ എൽ എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നു വെൻ ടെമ്പറേച്ചർ റൈസസ്. ഇനി ഇതേ മെറ്റീരിയൽ, സോ നമ്മൾ എൽ എന്ന് പറഞ്ഞ ബാർ എടുത്തു, അതിന് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിനേക്കാൾ കുറയുകയാണെന്ന് വിചാരിക്കുക. സോ റൂം ടെമ്പറേച്ചറിനേക്കാൾ ആ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മോളിക്യൂൾസ് കുറച്ചുകൂടെ അടുത്ത് കോമ്പാക്ട് ആവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഡയമെൻഷൻ വിൽ decrease. When temperature falls or decreases, dimension decrease ചെയ്യും. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യും. ഇങ്ങനെ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. സോ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ ഡയമെൻഷൻ കൂടുന്നതിനെ നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ ഡയമെൻഷൻ കുറയുന്നതിനെ നമ്മൾ തെർമൽ കോൺട്രാക്ഷൻ വിളിക്കും. സോ ഈ രണ്ട് പേര് ഓർത്തിരിക്കുക. whenever we are applying change in temperature, deformation may happen. ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക. ഈ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് കോൺട്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. ദാറ്റ് ഈസ് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് തെർമൽ കോൺട്രാക്ഷൻ. ഇനി എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു, എത്രത്തോളം കോൺട്രാക്ട് ചെയ്തു എന്നൊരു വാല്യൂ നമുക്ക് വേണം. ആ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നോക്കുക, നമ്മൾ ബീംസ് ഡിസ്കസ് ചെയ്തപ്പോൾ കാൻഡിലിവർ ബീംസ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ഒരു കാൻഡിലിവർ ബീമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്, ഈ എൻഡ് ഫ്രീ ആണെങ്കിൽ അതിനെ കാൻഡിലിവർ ബീം എന്ന് വിളിക്കുന്നു. സോ ഇതിനെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ഈ ഒരു മെമ്പറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന് എക്സ്പാൻഷൻ സംഭവിക്കും അല്ലേ. ആ എക്സ്പാൻഷൻ ഡെൽറ്റ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. സോ എൽ ലെങ്ത് ഉണ്ടായിരുന്ന മെമ്പറിനെ ടെമ്പറേച്ചർ റൈസ് ചെയ്തപ്പോൾ അതിന് എക്സ്പാൻഷൻ സംഭവിച്ചു. ആ എക്സ്പാൻഷൻ ഡെൽറ്റയാണ്. ഓക്കെ, ഈ എക്സ്പാൻഷനെ വിളിക്കുന്ന പേരാണ് ഫ്രീ എക്സ്പാൻഷൻ. എന്തുകൊണ്ടാണ് ഇത് ഫ്രീ എക്സ്പാൻഷൻ ആയത്? ഇവിടെ നോക്കിക്കുക, ഇവിടെ ഈ എക്സ്പാൻഷനെ റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല, ഒരു സപ്പോർട്ടും ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. ഇതിന് ഈസി ആയിട്ട് എത്ര ടെമ്പറേച്ചർ കൂട്ടിയാലും അത് എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എക്സ്പാൻഷന് റെസിസ്റ്റൻസ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. ഇനി അതേ ബീം ഞാൻ എടുത്തു, അതേ ബീമിനെ ഞാൻ കൂൾ ചെയ്തു എന്ന് വിചാരിക്കാം. സോ അതിന്റെ റൂം ടെമ്പറേച്ചറിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക?
അതിൻ്റെ ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യും അല്ലേ, അതിന് കോൺട്രാക്ഷൻ സംഭവിക്കും. ആ സംഭവിച്ച കോൺട്രാക്ഷൻ്റെ വാല്യൂ ഞാൻ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ദർ ഇസ് നത്തിങ് ദാറ്റ് റെസിസ്റ്റ് കോൺട്രാക്ഷൻ. ആ കോൺട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ വേറെ ഒന്നുമില്ല, ഒരു സപ്പോർട്ടും ഇല്ല. കോൺട്രാക്ഷൻ ഫ്രീ ആയിട്ട് അതിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കേസിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രീ കോൺട്രാക്ഷൻ എന്ന് വിളിക്കും. സോ ഫ്രീ എക്സ്പാൻഷനിൽ ഫ്രീ കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദ ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ എത്ര ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു, ആ ലെങ്ത് ചേഞ്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. സോ ഇതൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ ബൈ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറയാം. ഈ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടി. സോ 1 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രി ആയാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 1 ഡിഗ്രി. ദാറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് ഈ ടി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ബൈ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഈസ് ദ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഹാപ്പനിങ്, എൽ ഈസ് ദ ടോട്ടൽ ലെങ്ത്. സോ അതിന്റെ റേഷ്യോ ആണ്. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് എത്ര കോൺട്രാക്ഷൻ സംഭവിച്ചു, ദാറ്റ് റേഷ്യോ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതിയാൽ ഡെൽറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ടി എന്ന് നമുക്ക് കിട്ടി. സോ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റിനെ നമ്മൾ ഇക്വേഷൻ ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് ആൽഫ എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കോൺസ്റ്റന്റിന്റെ ഒരു പേരുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ സപ്പോസ് ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മുടെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിച്ചാൽ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ ബൈ എൽ ആണ് അല്ലേ. സോ ഒരു യൂണിറ്റ് ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ, ഒരു യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സംഭവിക്കുമ്പോൾ എത്ര ഡിഫോർമേഷൻ നടക്കുന്നു ആ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ഇവിടെ ടി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മതി. ടി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ എത്ര? മെഷർ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ. സോ ഒരു യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് എത്ര എക്സ്പാൻഷൻ ഓഫ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നു അതിന്റെ വാല്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു യൂണിറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഓരോ മെറ്റീരിയലിന് ഓരോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂ ആണ്. അതാണ് ഈ ടേബിളിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട്. സ്റ്റീൽ ആണെങ്കിൽ 12 × 10⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ്. ഈ പെർ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് ആൽഫയുടെ യൂണിറ്റ്, പെർ ഡിഗ്രി സെൽഷ്യസ്. സോ സ്റ്റീൽ ആണെങ്കിൽ 12 × 10⁻⁶, കോപ്പർ ആണെങ്കിൽ 17.5 × 10⁻⁶, ബ്രാസ് ആണെങ്കിൽ 19 × 10⁻⁶. ഈ വാല്യൂസ് കണ്ടാൽ തന്നെ ഓരോന്നിന്റെ എക്സ്പാൻഷൻ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സ്റ്റീലിന് 12 × 10⁻⁶ ആണ്, കോപ്പർ 17.5 × 10⁻⁶ ആണ്. സോ ഈ രണ്ട് മെറ്റീരിയൽ എടുത്ത് ഞാൻ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. സോ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ സ്റ്റീലിന്റെ 12 × 10⁻⁶ എക്സ്പാൻഷൻ സംഭവിക്കും. കോപ്പറിന് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ 17.5 × 10⁻⁶ എക്സ്പാൻഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് കോപ്പർ എക്സ്പാൻസ് മോർ ദാൻ സ്റ്റീൽ എന്ന് നമുക്ക് ഈ ടേബിളിലെ വാല്യൂസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കണ്ടറിയാം. സോ ഫോർ നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം തരുമ്പോൾ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിന്റെ വാല്യൂസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തരും. നോ നീഡ് ടു ബൈ ഹാർട്ട് ഓൾ ദീസ് തിങ്സ്, ജസ്റ്റ് അറിഞ്ഞു വെക്കുക. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് കിട്ടി. സോ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ ടി. നമുക്ക് വേണ്ടത് എന്താ? എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ. ആ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റയാണ്. എങ്ങനെയാ ഡെൽറ്റ കിട്ടുക? ജസ്റ്റ് ടേക്ക് ദിസ് എൽ ടു ദ അതർ സൈഡ്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. സോ ഒരു മെറ്റീരിയൽ ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷന്റെ വാല്യൂ ഈസ് നത്തിങ് ബട്ട് എൽ ആൽഫ ടി. സോ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ, പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ PL/AE ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് മാത്രം സംഭവിക്കുന്ന എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷന്റെ റിലേഷൻ ആണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. ഈ വാല്യൂ ഓർത്തിരിക്കാൻ നമുക്ക് പ്രോബ്ലംസിൽ ഉപയോഗിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഇതൊരു ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫ്രീ കോൺട്രാക്ഷൻ ആണ് അല്ലെ. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. വാട്ട് ഈസ് സ്ട്രെസ്?
സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന് ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്റെ മെഷറാണ് അല്ലെ. ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്ട്രെസ് ഇല്ല. സോ ഫോർ എ ഫ്രീ ഡിഫോർമേഷൻ, ഇഫ് ദ മെറ്റീരിയൽ ഈസ് ഫ്രീ ടു ഡിഫോം, സ്ട്രെസ് ഈസ് സീറോ. ഓർത്ത് വെക്കുക, ഇഫ് മെറ്റീരിയൽ ഈസ് ഫ്രീ ടു ഡിഫോം, സ്ട്രെസ് ഈസ് സീറോ. അതിന്റെ അർത്ഥം എന്താ? ഇഫ് മെറ്റീരിയൽ ഈസ് ഗോയിങ് ടു ഡിഫോം, ദർ വിൽ ബി സം റെസിസ്റ്റൻസ് ഓഫേർഡ്. റെസിസ്റ്റൻസ് ഓഫർ ചെയ്താൽ അതിന് സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുക. സോ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ സംഭവിക്കുമ്പോൾ ആ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ്. ദാറ്റ് സ്ട്രെസ് ഈസ് നോൺ ആസ് തെർമൽ സ്ട്രെസ്സസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ സ്ട്രെസ്സസിനെ കുറിച്ചാണ്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് തെർമൽ സ്ട്രെസ് എന്നല്ലേ. സോ when the stresses that is induced when the expansion or contraction due to temperature changes is partially or fully resisted is known as temperature stresses or thermal stresses. നമ്മുടെ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ സംഭവിക്കുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് നടക്കുന്ന എക്സ്പാൻഷനോ കോൺട്രാക്ഷനെയോ റെസിസ്റ്റ് ചെയ്താൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. ആ സ്ട്രെസ്സസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമൽ സ്ട്രെസ്സസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ഇനി തെർമൽ സ്ട്രെസ്സസ് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ കാൻഡിലിവർ ബീമിന് പകരം ഇപ്പോൾ ഒരു ഫിക്സഡ് ബീം വരച്ചു. ഫിക്സഡ് ബീം വരച്ചതിൻ്റെ അർത്ഥം രണ്ട് സൈഡും ഫിക്സ്ഡ് ആണ്. രണ്ട് സൈഡിലും ഒന്നും ഡിഫോർമേഷൻ അത് അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു ബീം എടുത്തു. ആ ബീമിന് ഞാൻ ടെമ്പറേച്ചർ റൈസ് ചെയ്തു. സപ്പോസ് ഈ സപ്പോർട്ട് ഇവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. സോ ഇതിന് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് എക്സ്പാൻഡ് ചെയ്താണ് അല്ലേ. നമ്മൾ ആദ്യത്തെ ഫ്രീ ട്രാൻസ്ഫോം കേസ് കണ്ടു. ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ടെമ്പറേച്ചർ ട്രൈസ് ടു എക്സ്പാൻഡ് ദ റോഡ് അല്ലെ. ഈ ടെമ്പറേച്ചർ ഈ ബീമിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാണ്. ആ എക്സ്പാൻഷന്റെ വാല്യൂ എത്രയായിരിക്കും? എൽ ആൽഫ ടി. സോ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എൽ ആൽഫ ടി ഡിസ്റ്റൻസിൽ ഇത് എക്സ്പാൻഡ് ചെയ്താണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ എന്താ വ്യത്യാസം വരാതെ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത ഡിസ്റ്റൻസ്, അതായത് എൽ പ്ലസ് എൽ ആൽഫ ടി ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ടെമ്പറേച്ചർ റൈസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നീളത്തിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഒരു സപ്പോർട്ട് ഉണ്ട്. സോ വെനെവർ ദർ ഈസ് എ സപ്പോർട്ട് ദാറ്റ് മീൻസ് ഇറ്റ് ഓഫേഴ്സ് റിയാക്ഷൻ അല്ലേ. വൺ സെക്കൻഡ്. ഓക്കെ, സോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സപ്പോർട്ട് വിൽ ഓഫർ എ റിയാക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. സോ ഇവിടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻ റെസിസ്റ്റ് ദിസ് എക്സ്പാൻഷൻ. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ ഈ സപ്പോർട്ടിന്റെ റിയാക്ഷൻ റെസിസ്റ്റ് ചെയ്യുന്നു. സോ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഒരു പുള്ളാണ്. സോ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സപ്പോർട്ട് എന്ത് ചെയ്യും? അതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. സോ പി എന്ന് പറയുന്ന ഫോഴ്സിന്റെ ആരോന്റെ ഡയറക്ഷൻ നോക്കി അതിനെ കംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. കംപ്രസ് ചെയ്ത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലാക്കാൻ ഈ സപ്പോർട്ട് ശ്രമിക്കും. ഇപ്പൊ ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത്? എത്രത്തോളം എക്സ്പാൻഷൻ നടക്കാൻ ശ്രമിക്കുന്നുവോ ആ എക്സ്പാൻഷനെ എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റ് ചെയ്യുന്നു ഫുള്ളായിട്ട്. സോ ഫുള്ളി റെസിസ്റ്റിംഗ് ദ എക്സ്പാൻഷൻ. ഇങ്ങനെ രണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ആ എക്സ്പാൻഷനെ ആര് റെസിസ്റ്റ് ചെയ്യും? ആ സപ്പോർട്ടിന്റെ റിയാക്ഷൻ റെസിസ്റ്റ് ചെയ്യും. സോ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ സപ്പോർട്ട് അതിന് കംപ്രഷൻ അപ്ലൈ ചെയ്ത് അതിനെ ഒറിജിനൽ പൊസിഷൻ എല്ലിൽ തന്നെ എത്തിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫുള്ളി റിസ്ട്രെയിൻ ചെയ്ത്. ഇനി ഇതൊന്ന് തണുപ്പിച്ച് നോക്കാം അല്ലെ. സോ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ എൽ ആൽഫ ടി ഉണ്ടാവുന്നത് പോലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്നത് എന്താ? പി എൽ ബൈ എ. ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്നത് എൽ ആൽഫ ടി ആണ്. അതുപോലെ ഒരു ഫോഴ്സ് കൊണ്ടുണ്ടാവുന്നത് പി എൽ ബൈ എ ആണ്. സോ ഈ ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്ത് എത്രയായിരിക്കും? പി എൽ ബൈ എ. ഇവിടെ എക്സ്പാൻഷൻ സംഭവിക്കാമായിരുന്ന എൽ ആൽഫ ടി ആയിരുന്നു. സോ സപ്പോർട്ട് തിരിച്ച് അപ്ലൈ ചെയ്യുന്നത് പി എൽ ബൈ എ കംപ്രഷൻ ആണ്. ഇനി ഇതേ ബീമിനെ നമ്മൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഈ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഇത് കംപ്രസ് ആവുമായിരുന്നു അല്ലെ. ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ ലെങ്ത്. സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയി ചെറിയ ഡയമെൻഷനിൽ ആകുമായിരുന്നു. പക്ഷെ ഇവിടെ ചെറിയ ഡയമെൻഷനിൽ ആകില്ല. കാരണം എന്താ? അതിനൊരു സപ്പോർട്ട് ഉണ്ട്. എൽ ആൽഫ ടി കംപ്രഷൻ നടക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അത് നടക്കുന്നില്ല. അതിന്റെ കാരണം നമുക്ക് നോക്കാം. ഇതേ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ ഞാൻ വരച്ചു. ഇങ്ങനെ ആവാതിരിക്കാൻ കാരണം എന്താ? ദർ ഈസ് എ സപ്പോർട്ട് വിച്ച് വെൻ കോൺട്രാക്ട്സ് ട്രൈസ് ടു റെസിസ്റ്റ് ദാറ്റ് കോൺട്രാക്ഷൻ. സോ ഈ സപ്പോർട്ട് ഈ ടെമ്പറേച്ചർ റൈസ് കൊണ്ട് ഇത് കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ
കോൺട്രാക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ച് ഉള്ളിലോട്ട് വലിക്കുക അല്ലെ, ഈ ഡയറക്ഷനിൽ വലിക്കുകയാണ്. സോ സപ്പോർട്ട് എന്താ ചെയ്യുക? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് പുള്ള് ചെയ്യും. സോ ടെമ്പറേച്ചർ പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സപ്പോർട്ട് പുള്ള് ചെയ്യാൻ ശ്രമിക്കും. സോ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് എത്തും. സോ whenever temperature tries to contract the rod, the support reaction resists that contraction. ഇങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക, ഇങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക. സോ ഇവിടെ കോൺട്രാക്ഷൻ വാല്യൂ ഡെൽറ്റ ഈക്വൽ ടു എൽ ആൽഫ ടി ആയിരുന്നു അല്ലേ. സോ ആ കോൺട്രാക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുള്ള് ചെയ്യുന്നു. ആ പുള്ള് എത്രയായിരിക്കും? പി എൽ ബൈ എ. പി ആണ് ഫോഴ്സ്. സോ പി എൽ ബൈ എ ആയിരിക്കും ആ പുള്ള് എന്ന് പറയുന്നത്. ഇതാണ് ടെമ്പറേച്ചർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന ഫിനോമിനൻ. ഇനി ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളാണ് അല്ലേ. ആ എക്സ്പാൻഷൻ റെസിസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് എന്താ ഓഫർ ചെയ്തത്? കംപ്രഷൻ ആണ്. സോ എക്സ്പാൻഷൻ പുള്ളാണ്, സപ്പോർട്ട് തിരിച്ച് പുഷ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. സോ കംപ്രസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആണ്. സോ whenever temperature rises, if there is resistance, that resistance offered is compressive resistance. സോ ടെമ്പറേച്ചർ റൈസ് കൊണ്ടുണ്ടാവുന്ന ടെമ്പറേച്ചർ സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് അറിയാം, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പുള്ളാണ്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ തിരിച്ച് കംപ്രസ് ചെയ്യാണ് വേണ്ടത്. സോ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് ഈസ് കംപ്രസീവ് സ്ട്രെസ്. ഇതുപോലെ ഈ കേസിൽ കോൺട്രാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ അത് ചെറുതാവുക ചെയ്യുക. ചെറുതാവുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? സപ്പോർട്ട് എന്താ ചെയ്യേണ്ടത്? തിരിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. വലിക്കുക എന്ന് വെച്ചാൽ പുള്ള് ചെയ്യാൻ വേണ്ടത്. So whenever there is a fall in temperature, the support offers tensile stress. So the resistance developed is tensile in nature. തിരിച്ചു വലിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ സ്ട്രെസ് സീറോ ആയിരുന്നു അല്ലെ. ഇനി റൈസ് ഇൻ ടെമ്പറേച്ചർ സംഭവിക്കുന്നു. സോ സം റെസിസ്റ്റൻസ് ഉണ്ട്. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ച് പുള്ള് ചെയ്ത് ഒറിജിനൽ പൊസിഷനിലാക്കാനാണ് ശ്രമിക്കുക. സോ അത് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. സോ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇതിന്റെ വാല്യൂ നമുക്കറിയില്ല. ഇതിന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമ്മൾ ഈ രണ്ട് കേസ് വെച്ച്, പാർഷ്യലി റെസിസ്റ്റഡ് ആൻഡ് ഫുള്ളി റെസിസ്റ്റഡ് കേസ് വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ പാർഷ്യലി റെസിസ്റ്റഡ് ആൻഡ് ഫുള്ളി റെസിസ്റ്റഡ്. ഫുള്ളി റെസിസ്റ്റഡിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടത് തന്നെയാണ്. ഒരു ഫിക്സഡ് ബീമുണ്ട്. ആ ഫിക്സഡ് ബീമിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ആ എക്സ്പാൻഷനെ തടഞ്ഞുകൊണ്ട് അതിന്റെ സപ്പോർട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ഒരു കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ എത്തും. സോ എക്സ്പാൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ അത് എൽ ആൽഫ ടി ദൂരം പോകുമായിരുന്നു. പക്ഷെ അതിന് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ഒരു പി എൽ ബൈ എ കംപ്രഷൻ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പി എൽ ബൈ എ ഇത്രയും ലെങ്ത് കംപ്രസ് ചെയ്യുന്നു, ആ ലെങ്ത് ആണ് പി എൽ ബൈ എ. ഇത്രയും ലെങ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു, ആ ലെങ്ത് ആണ് എൽ ആൽഫ ടി. ഒരു ഫുള്ളി റീസ്ട്രെയിൻഡ് കേസിൽ ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ആക്ച്വലി നടക്കാതെ അവസാനം എന്ത് ചെയ്യും? അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ തന്നെ എത്തും. സോ അതിന്റെ നെറ്റ് എക്സ്പാൻഷൻ എത്രയാണ്? സീറോ ആണ് അല്ലെ. ടെമ്പറേച്ചർ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം തന്നെ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, അതിന്റെ ഒറിജിനൽ ലൊക്കേഷനിൽ തന്നെ എത്തുന്നു. അതുകൊണ്ട് റിസൾട്ടന്റ് എക്സ്പാൻഷൻ സീറോ ആയിരിക്കും. ഇങ്ങനെ സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് എത്ര എക്സ്പാൻഡ് ചെയ്തോ അത്രയും തന്നെ ഇങ്ങോട്ട് കംപ്രസ് ചെയ്യണ്ടേ? ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇത്രയും കംപ്രസ് ചെയ്താൽ തന്നെയല്ലേ അത് സീറോ ആവുള്ളൂ. ദാറ്റ് മീൻസ് എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ എന്ന് നമുക്ക് കിട്ടി. ഇതിൽ എല്ലാം ക്യാൻസൽ ആയി പോകും. then what is left? Alpha t is equal to P by AE. What is P by A? Force by area. അല്ലെങ്കിൽ ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അല്ലേ. റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ആണ്. ഓക്കെ, സോ സ്ട്രെസ് ബൈ ഇ ഈസ് ഈക്വൽ ടു ആൽഫ ടി. നമുക്ക് വേണ്ടത് തെർമൽ സ്ട്രെസ് ആണല്ലേ. സോ ഫോർ എ ഫുള്ളി റീസ്ട്രെയിൻഡ് കേസ് തെർമൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഇനെ ഞാൻ അങ്ങോട്ട് എടുക്കുന്നു. സോ സിഗ്മ ടി ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഫുള്ളി റീസ്ട്രെയിൻഡ് കേസ് ആണെങ്കിൽ തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഇത് ഓർത്ത് വെക്കുക, ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. അടുത്തത് നമുക്കൊരു പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസ് നോക്കാം. സോ പാർഷ്യലി റീസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ ഒരു ഫിക്സഡ് ബീം ആയിരുന്നു. ഇവിടെ ആ ഫിക്സഡ് ബീമിന് പകരം ഈ സപ്പോർട്ട് ഫിക്സഡ് എൻഡ് എന്ന് പറയുന്ന ഒരു ഡെൽറ്റ ഡിസ്റ്റൻസ് ദൂരെയാണ്. അതായത് ഈ ബീമും ഈ സപ്പോർട്ടും തമ്മിലൊരു ഡെൽറ്റ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം.
ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യുന്നു, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? എൽ ആൽഫ ടിയിലാണ്. ടെമ്പറേച്ചർ എക്സ്പാൻഷന്റെ വാല്യൂ ആണ് എൽ ആൽഫ ടി അല്ലേ? സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് എൽ ആൽഫ ടി എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലേ? സോ ഞാൻ ഈ എക്സ്പാൻഡ് ചെയ്ത ഡിസ്റ്റൻസ് ഇവിടെ വരയ്ക്കുന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ പൊസിഷൻ ആണ്. ഓക്കെ, സോ എൽ ലെങ്ത്, ആ എൽ ലെങ്ത്തിന് എൽ ആൽഫ ടി അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ആ സപ്പോർട്ട് അതിനെ തിരിച്ച് പുൾ ചെയ്യും. ഇവിടുത്തെ വ്യത്യാസം എന്താ? സപ്പോർട്ട് തിരിച്ച് പുൾ ചെയ്ത് കംപ്രഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെ വരെ ആയിരിക്കും? ഈ ഡിസ്റ്റൻസ് വരെ ആയിരിക്കോ? ഈ ഡിസ്റ്റൻസ് വരെ എന്ന് പറഞ്ഞാൽ ഈ ബീമിന്റെ എൻഡ് വരെ ആയിരിക്കോ? ഒരിക്കലും അല്ല. സോ സപ്പോർട്ട് എവിടെയായിരുന്നോ ആ സപ്പോർട്ടിന്റെ ലൊക്കേഷൻ വരെ അത് തിരിച്ച് പുള്ള് ചെയ്യത്തുള്ളൂ. സോ പി എൽ ബൈ എ എന്ന് പറഞ്ഞത് നേരത്തെ കേസ് പോലെ ഈ ബീമിന്റെ എൻഡ് വരെ അല്ല, എവിടം വരെയാണ്? സപ്പോർട്ടിന്റെ പൊസിഷൻ വരെയാണ്. സോ എൽ ആൽഫ ടി ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു, ആ എക്സ്പാൻഷനെ തിരിച്ച് റെസിസ്റ്റ് ചെയ്യുന്നത് പി എൽ ബൈ എ സപ്പോർട്ട് ഡിസ്റ്റൻസ് വരെയാണ്. അതിന്റെ അർത്ഥം എന്താ? ദർ ഈസ് സംതിങ് ലെഫ്റ്റ് ഓവർ. സോ ബീമിന്റെ ഫൈനൽ പൊസിഷൻ എന്തായിരിക്കും? ഈ ഗ്യാപ്പ് കൂടെ ഫില്ല് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഈ സപ്പോർട്ടിൽ ബീം തട്ടിയിട്ടുണ്ടാവും. സോ ഒരു പാർഷ്യലി റീസ്റ്റൈൻഡ് കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് സം എക്സ്പാൻഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ആ എക്സ്പാൻഷന്റെ വാല്യൂ എത്രയാ? ഡെൽറ്റ അല്ലെ? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എക്സ്പാൻഷൻ നടന്നതായിരിക്കും അതിന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നു. ടോട്ടലായിട്ട് ഇതിന്റെ കംപ്രഷൻ അപ്ലൈ ചെയ്ത് ഇവിടെ എത്തിക്കില്ല, സപ്പോർട്ട് വരെ മാത്രമേ എത്തിക്കത്തുള്ളൂ. സോ ഈ കേസിൽ റിസൾട്ടന്റ് എക്സ്പാൻഷൻ ഉണ്ട്. ദാറ്റ് റിസൾട്ടന്റ് എക്സ്പാൻഷൻ ഈസ് ഡെൽറ്റ. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എൽ ആൽഫ ടി എക്സ്പാൻഷൻ നടന്നാണ്. സോ ദാറ്റ് എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് പി എൽ ബൈ എ പ്ലസ് ഡെൽറ്റ അല്ലെ? ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ പ്ലസ് ഡെൽറ്റ. ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവില്ലേ? എൽ ആൽഫ ടി എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു, അതിന് തിരിച്ചുള്ള റെസിസ്റ്റൻസ് പി എൽ ബൈ എ ആണ്, റീറ്റെയിൻ ചെയ്യുന്ന ഡെൽറ്റയാണ്. സോ എൽ ആൽഫ ടി എന്ന് പറഞ്ഞാൽ പി എൽ ബൈ എ പ്ലസ് ഡെൽറ്റയാണ്. സോ ഒരു പാർഷ്യലി റീസ്റ്റൈൻഡ് കേസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഈ ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇതിൽ പി ബൈ എ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. പി അറിയാ, എ അറിയെങ്കിൽ സ്ട്രെസ് കിട്ടി. ഇനി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് മെമ്പർ ആണ്. ഇ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. എൽ എന്ന് പറഞ്ഞാൽ ഐ ടോൾഡ് ഓൾറെഡി. ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണോ ഗ്യാപ്പ്, ആ ഗ്യാപ്പാണ്. ഫോർ എ fully restrained case, thermal stresses you can find by the equation E alpha T. For a partially restrained case, you can use this equation P by A into L by E is equal to L alpha T minus delta എന്നുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഇതിനകത്ത് P by A കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ നാച്ചർ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ കംപ്രസീവ് നേച്ചർ ആയിരിക്കും. ടെമ്പറേച്ചർ ഫാൾ ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ തെർമൽ സ്ട്രെസ് പഠിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു റെയിൽവേ പാളത്തിൽ പോകുമ്പോൾ റെയിൽസ് കാണും അല്ലെ? ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പോകുന്ന റെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ റെയിൽസിന്റെ ഇടയ്ക്ക് ഓരോ ഗ്യാപ്പ് ഉണ്ടാവും, റെയിൽസിന്റെ ജോയിൻസ് ഉണ്ടാവും, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ ബിൽഡിങ്ങിൽ വളരെ നീളമുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, നമ്മുടെ കോളേജിന്റെ ബിൽഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ചില പൊസിഷനിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റീലിന്റെ പട്ട് വെച്ചിട്ട് അടിച്ച് കവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ആ ബിൽഡിങ്ങിന്റെ വെർട്ടിക്കലായിട്ട് മൊത്തത്തിൽ ഒരു ഗ്യാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗ്യാപ്പ് കൊടുക്കാനുള്ള കാരണം നമ്മളിപ്പം തെർമൽ സ്ട്രെസ്സസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? സോ നമ്മൾ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് വരുമ്പോൾ ഏത് മെറ്റീരിയൽ ആയാലും അതിൽ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ സംഭവിക്കാം. സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സംഭവിക്കും. ഇങ്ങനെ എക്സ്പാൻഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ക്രാക്ക് വീഴും. ക്രാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഭിത്തിയിലൊക്കെ ഓരോ വരകളായിട്ട് വന്നിട്ട് അവസാനം അത് നടന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരുന്നതിനാണ് ക്രാക്ക് വരിക. സോ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ അതിൽ ക്രാക്സ് സംഭവിക്കാം. അങ്ങനെ ക്രാക്ക് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ എക്സ്പാൻഷന് കുറച്ച് സ്ഥലമിട്ട് അതിനെ എക്സ്പാൻഷൻ ജോയിന്റ്സ് എന്ന് വിളിക്കുന്നു. സോ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കാനുള്ള പ്രധാന കാരണം എന്താ? ഡെവലപ്മെന്റ് ഓഫ് തെർമൽ സ്ട്രെസ് ആണ്. നമ്മൾ പഠിക്കുന്ന തെർമൽ സ്ട്രെസ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. വിസിബിൾ എക്സാമ്പിൾസ് ആണ് നമ്മുടെ റെയിൽവേയും നമ്മുടെ വീടുകളൊക്കെ. അതിലൊക്കെ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കുന്നത് തെർമൽ സ്ട്രെസ്സസ് കൊണ്ടുണ്ടാകുന്ന ക്രാക്സിനെ റെസിസ്റ്റ് ചെയ്യാനാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഏകദേശം തെർമൽ സ്ട്രെസ്സസിന്റെ ബേസിക് കാര്യങ്ങൾ കണ്ടു. സോ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് വി ആർ ചേഞ്ചിങ് ടെമ്പറേച്ചർ
if the expansion or contraction is free. അതായത് അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ഷൻ ചെയ്യാൻ പറ്റും. There is no resistance means stress is zero. There is some resistance. ആ റെസിസ്റ്റൻസ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്നത് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡീഫോർമേഷന്റെ വാല്യൂ എൽ ആൽഫ ടി ആണ്. സോ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഡീഫോർമേഷന്റെ വാല്യൂ എൽ ആൽഫ ടി ആണ്. ഇത് നമുക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ ആണ്. സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടാൻ നമ്മൾ രണ്ട് കേസ് ഡിസ്കസ് ചെയ്തു, ഫുള്ളി റീസ്ട്രെയിൻഡ് ആൻഡ് പാർഷ്യലി റീസ്ട്രെയിൻഡ്. ഫുള്ളി റീസ്ട്രെയിൻഡ് കേസിൽ തെർമൽ സ്ട്രെസ് എൽ ഇ ആൽഫ ടി ആണ്. പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസിൽ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ ഉണ്ട്, പി എൽ ബൈ എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഈ കാര്യങ്ങൾ വെച്ച് നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഒരു സ്റ്റീൽ റെയിലുണ്ട്, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അത് ലേ ചെയ്ത ടെമ്പറേച്ചർ, അതായത് റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇനി ആ സ്ഥലത്ത് മാക്സിമം എക്സ്പെക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 44 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയെങ്കിൽ എസ്റ്റിമേറ്റ് ദ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു റെയിൽസ് ടു ബി ലെഫ്റ്റ് സോ ദാറ്റ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡു നോട്ട് ഡെവലപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, കാൽക്കുലേറ്റ് ദ തെർമൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇഫ് ദ റെയിൽസ് ഇഫ് ഒരു എക്സ്പാൻഷൻ ജോയിന്റും ഇല്ല എങ്കിൽ. രണ്ടാമത്തത്, ഒരു 2 mm എക്സ്പാൻഷൻ ജോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ട്രെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെസ് ഡെവലപ്ഡ് ഈസ് 20 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സ്ട്രെസ് 20 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത്രയും സ്ട്രെസ് ഉണ്ടാവാൻ എത്ര ഗ്യാപ്പ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളിപ്പോൾ പഠിച്ച എല്ലാ കൺസെപ്റ്റും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു, ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യുക. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് തെർമൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ കേസ് എടുക്കാം അല്ലെ. സോ സൊല്യൂഷൻ. ഫസ്റ്റ് കേസ് ഈസ് minimum gap between the two soil rails so that the temperature stresses do not develop. നമുക്ക് മിനിമം ഗ്യാപ്പ് കണ്ടുപിടിക്കണം ബിറ്റ്വീൻ ദ ടു റെയിൽസ് സോ ദാറ്റ് ദ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡു നോട്ട് ഡെവലപ്പ്. എന്താണ് ഈ ടു റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നോക്കാം. സോ ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ട അതേ ചിത്രം തന്നെയാണ്. യൂഷ്വലി ഒരു സ്റ്റീൽ മെമ്പറിന്റെ, ഇപ്പൊ സ്റ്റീൽ ബീം ആവാം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന കമ്പി ആയിരിക്കും, അതിൻ്റെയൊക്കെ യൂഷ്വൽ ലെങ്ത് എന്ന് പറയുന്നത് 12 മീറ്റർ, 12 to 12.6 മീറ്റർ ഒക്കെ ആയിരിക്കും അതിന്റെ ലെങ്ത്. സോ 12.6 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റീൽ മെമ്പർ വെക്കണം അല്ലെ. സോ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇടുന്നു. ആ ഗ്യാപ്പിനാണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം റെയിൽ 1 ഉണ്ട്, റെയിൽ 2 ഉണ്ട്, അതിന്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് എത്ര വേണം സോ ദാറ്റ് ദർ ഇസ് നോ സ്ട്രെസ്സസ് ഇസ് ഡെവലപ്പിംഗ്. സോ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ എത്ര ഗ്യാപ്പ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോ സ്ട്രെസ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ടിട്ടുള്ളൂ, സ്ട്രെസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യാതിരിക്കുക? മെറ്റീരിയൽ ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് അല്ലേ. മെറ്റീരിയൽ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദർ ഇസ് നോ സ്ട്രെസ്സസ് ഡെവലപ്പ്. ഇനി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ മിനിമം ഗ്യാപ്പ് വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സപ്പോസ് ഇതിനെ ഞാൻ ഹീറ്റ് ചെയ്യുന്നു, ഇതിനെ ഹീറ്റ് ചെയ്ത് ഇതിവിടെ മുട്ടുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുക? സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക അല്ലേ. ഈ റെയിൽ എടുത്തു, ഒന്നാമത്തെ റെയിൽ, രണ്ടാമത്തെ റെയിൽ. സോ ഒന്നാമത്തെ റെയിലിന്റെ സപ്പോർട്ടാണ് രണ്ടാമത്തെ റെയിലിന് വിചാരിക്കുക. സോ അത് തമ്മിലുള്ള ഗ്യാപ്പാണ് നമ്മുടെ എക്സ്പാൻഷൻ ജോയിന്റ്. സോ ഇതിന് ഹീറ്റ് ചെയ്ത് ഇതിവിടെ മുട്ടുമ്പോൾ മാത്രമേ അതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? അത് മുട്ടാതിരിക്കാനുള്ള ഗ്യാപ്പ്. ആ മുട്ടാതിരിക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീ എക്സ്പാൻഷൻ തടുക്കാത്ത ഗ്യാപ്പ്. സോ വാട്ട് ഈസ് ദ മിനിമം ഗ്യാപ്പ്? നത്തിങ് ബട്ട് ദ ഫ്രീ എക്സ്പാൻഷൻ. ഈ ഡെൽറ്റ വാല്യൂ തന്നെയാണ് മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഡെൽറ്റ വരെ അത് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് ചെയ്യുന്നിടത്തോളം അതിന് റെസിസ്റ്റൻസ് ഒന്നും വരാൻ പാടത്തില്ല അല്ലെ. സോ ഇത്രയും ഗ്യാപ്പ്, ഈ ഡെൽറ്റ ഗ്യാപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യില്ല, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു റെയിൽസ് സോ ദാറ്റ് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡു നോട്ട് ഡെവലപ്പ്. ടെമ്പറേച്ചർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ എത്ര ഗ്യാപ്പ് ഉണ്ടാവണം? എത്രയാണോ ഫ്രീ എക്സ്പാൻഷൻ വാല്യൂ അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്രീ എക്സ്പാൻഷന്റെ വാല്യൂ
ഡെൽറ്റയാണ്, എൽ ആൽഫ ടി ആണ്. ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ട്. സോ മിനിമം ഗ്യാപ്പ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. ഇതിൽ ഏതൊക്കെ വാല്യൂ തന്നിട്ടുണ്ടോ? ലെങ്ത് തന്നിട്ടുണ്ട് 12.6 മീറ്റർ. ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ 12 into 10⁻⁻6 സ്റ്റീൽ ആണല്ലേ. സോ 12 into 10⁻⁻6 തന്നിട്ടുണ്ട്. ടി ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണല്ലേ. സോ ടി ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇവിടെ സ്റ്റീല് ലേ ചെയ്തപ്പോഴുള്ള ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ്. അവിടെ മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്ന ടെമ്പറേച്ചർ 44 ഡിഗ്രി സെൽഷ്യസ്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താ? 44 - 24. സോ ഇത്രയും ടെമ്പറേച്ചർ ഇൻക്രീസ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് സംഭവിക്കുമ്പോൾ എത്ര എക്സ്പാൻഷൻ വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ടി ഈസ് 44 - 24, 20 ഡിഗ്രി സെൽഷ്യസ്. സോ ഇത് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 12.6 into that is L. Alpha is 12 into 10⁻⁻6 into temperature change 20. You will get the answer as 3.024 into 10⁻³ meter. So ഇത് ഒരു ചെറിയ വാല്യൂ ആയതുകൊണ്ട് അതിനെ ഞാൻ മില്ലിമീറ്റർ റെപ്രസെന്റ് ചെയ്തു. 3.024 mm ആണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ. സോറി, നോ സ്ട്രെസ്സസ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്. സോ ഫ്രീ എക്സ്പാൻഷന്റെ വാല്യൂ എത്രയാ? എൽ ആൽഫ ടി ആണ്. സോ ആ എൽ ആൽഫ ടി എക്സ്പാൻഡ് ചെയ്യുന്ന വരെ അതിന് തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല. സോ ദർ ഷുഡ് ബി എ ഗ്യാപ്പ് ഓഫ് എൽ ആൽഫ ടി ബിറ്റ്വീൻ ദ റെയിൽസ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തെർമൽ സ്ട്രെസ്സസ് ഇഫ് നോ എക്സ്പാൻഷൻ ജോയിന്റ് ഈസ് പ്രൊവൈഡ്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ ഇത്രയും ഗ്യാപ്പ് കൊടുക്കണം അല്ലെ. ഇനി ഒരു ഗ്യാപ്പും ഇല്ല, ഈ റെയിൽ 1ഉം റെയിൽ 2ഉം ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ സ്ട്രെസ് ഫോം അല്ലെ. ക്ലോസ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ ദർ ഈസ് സംതിങ് ലൈക്ക് എ സപ്പോർട്ട്, ഒരു കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്. അങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകും. ആ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ദർ ഈസ് നോ എക്സ്പാൻഷൻ ജോയിന്റ്. നോ എക്സ്പാൻഷൻ ജോയിന്റ് മീൻസ് റെയിൽ ഈസ് ഫുള്ളി റീസ്ട്രെയിൻഡ്. സോ ഇതും തമ്മിൽ ഒരു ഗ്യാപ്പും ഇല്ല. ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ഈച്ച് അതർ. സോ ഇറ്റ് ഈസ് ഫുള്ളി റീസ്ട്രെയിൻഡ് കേസ്. നമ്മൾ ഫുള്ളി റീസ്ട്രെയിൻഡ് കേസ് കുറച്ച് മുന്നേ കണ്ടതാ. ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ അതിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ എന്താ? ഇ ആൽഫ ടി. അതായത് പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ച സാധനം. സോ തെർമൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. അങ്ങനെയെങ്കിൽ ഇന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ആൽഫന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ ഈസ് ഈക്വൽ ടു 2 into 10⁵ മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. Alpha is 12 into 10⁻⁻6 per degree Celsius. T is 20 degree Celsius. Substitute ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? Sigma T, that is the thermal stress developed if there is no expansion joint, which is equal to 48 meganewton per meter square എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ലെങ്കിൽ it will be like a fully restrained case. അപ്പോൾ 48 meganewton per meter square ആയിരുന്നു അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തെർമൽ സ്ട്രെസ് ഇഫ് നോ എക്സ്പാൻഷൻ ജോയിന്റ്, സോറി ഇഫ് എക്സ്പാൻഷൻ, സോറി ദർ ഈസ് എ മിസ്റ്റേക്ക് ഇൻ ദ സ്ലൈഡ്, നമുക്കൊന്ന് തിരുത്താം. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ തെർമൽ സ്ട്രെസ് ഇഫ് എക്സ്പാൻഷൻ ജോയിന്റ് ഓഫ് 2 mm ഈസ് പ്രൊവൈഡഡ്. സോ ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റേ ഇല്ല. അടുത്ത കേസിൽ പറയുന്നത് ഈ രണ്ട് റെയിൽ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. ജസ്റ്റ് 1 സെക്കൻഡ്. ഈ രണ്ട് റെയിൽ തമ്മിലുള്ള ഗ്യാപ്പ് 2 mm ആണെങ്കിൽ എത്ര സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രണ്ടാമത്തെ റെയിൽ ഇവിടെയാണ്, ഒന്നാമത്തെ റെയിൽ ഇതാണ്. സോ ഒന്നാമത്തെ റെയിൽ ഇത്, രണ്ടാമത്തെ റെയിൽ ഇത്, അത് തമ്മിലൊരു 2 mm ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ സ്ട്രെസ് ഡെവലപ്പ്? സോ ഇത് നമ്മുടെ ഏത് കേസാ? പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസ് ആണല്ലേ. സോ പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. സോ ഇതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്? എക്സ്പാൻഷൻ ജോയിന്റ് ഉണ്ട്, അതിന് 2 mm ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതായത് ഒന്നാമത്തെ
റെയിലും രണ്ടാമത്തെ റെയിലും തമ്മിലൊരു 2 mm ഡിസ്റ്റൻസ് ഉണ്ട്. സോ ദർ ഈസ് എ സ്മോൾ ഗ്യാപ്പ്. അങ്ങനെ ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പാർഷ്യലി റിസ്ട്രെയിൻഡ് കേസ്. അതിന്റെ കാരണം ഞാൻ പറയാം. ഇവിടെ 2 mm ആണ് അല്ലേ? സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലത്തിന് നമ്മൾ കണ്ടുപിടിച്ച എൽ ആൽഫ ടി 3.024 mm ആയിരുന്നു. അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ. അതിന്റെ അർത്ഥം എന്താ? ഫ്രീ എക്സ്പാൻഷനേക്കാൾ മുന്നെയാണ് സപ്പോർട്ട് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് പാർഷ്യലി റിസ്ട്രെയിൻഡ് കേസ് ആവുന്നത്. ഓക്കെ, സോ ഇത് പാർഷ്യലി റിസ്ട്രെയിൻഡ് ആണ്. പാർഷ്യലി റിസ്ട്രെയിൻഡ് ഇക്വേഷൻ നമുക്കറിയാം. പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. ഇതിൽ എല്ലിന്റെ വാല്യൂ 12.6, എൽ ആൽഫ ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആണ് എൽ ആൽഫ ടി. എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു 3.024 × 10⁻³ മീറ്റർ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി 2 × 10⁵ മെക്കാനോട്ടൺ/മീറ്റർ². ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ആയിരുന്നു അല്ലെ? ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 mm. 2 mm എന്ന് പറഞ്ഞാൽ 2 × 10⁻³ മീറ്റർ. ഞാൻ എല്ലാ മീറ്ററിന്റെ ടേംസിലോട്ട് മാറ്റാം, കാരണം നിങ്ങൾക്ക് എല്ലാ യൂണിറ്റും കണ്ടറിയാം. ഇവിടെ മീറ്റർ ആണ്, ഇവിടെ മീറ്റർ ആണ്, ഇവിടെ മീറ്റർ² ആണ്. സോ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. So what I have to do? Just substitute these equations in the equation or condition for the partially restrained case. So P into 12.6 divided by A into 2 × 10⁵ is equal to 3.024 × 10⁻³ minus 2 × 10⁻³ എന്ന് substitute ചെയ്തു. What is P by A? P by A is the തെർമൽ സ്ട്രെസ് അല്ലെ? പിയും എയും നമുക്ക് അറിയില്ല, പക്ഷെ പി ബൈ എ ആണ് തെർമൽ സ്ട്രെസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും തെർമൽ സ്ട്രെസ് ആണ്. സോ യു ഗെറ്റ് ദ തെർമൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു 16.25 മെക്കാനോട്ടൺ/മീറ്റർ². സോ ഈ ഇക്വേഷൻ എഴുതുക. ജസ്റ്റ് ഇതിൽ ഇത്രയും കാര്യമേ ഉള്ളൂ. ഏത് കേസാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ഉണ്ട്. 2 mm ആണ് അതിന്റെ ഡിസ്റ്റൻസ്. സോ 2 mm ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അത് ഫ്രീ ടു എക്സ്പാൻഡ് ആണോ അതോ പാർഷ്യലി റിസ്ട്രെയിൻഡ് ആണോ? സോ ഫ്രീ ടു എക്സ്പാൻഷന്റെ അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.02 mm എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 3.02 mm വരെ അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ ഇവിടെ സപ്പോർട്ട് ഉള്ളത് 2 mm-ലാണ്. അതിന്റെ അർത്ഥം എന്താ? 2 mm കഴിഞ്ഞിട്ടുള്ള എക്സ്പാൻഷൻ സപ്പോർട്ട് അനുവദിക്കില്ല. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് പാർഷ്യലി റിസ്ട്രെയിൻഡ്. സോ പാർഷ്യലി റിസ്ട്രെയിൻഡ് കേസ് ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ എടുത്തു. പി എൽ ബൈ എ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പി ബൈ എ ഈസ് നത്തിങ് ബട്ട് തെർമൽ സ്ട്രെസ്. ദ തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 16.25 മെക്കാനോട്ടൺ/മീറ്റർ². ജസ്റ്റ് യൂണിറ്റ് നിങ്ങൾ ഓരോ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കുക. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റെയിൽസ് ഇഫ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഈസ് 20 മെക്കാനോട്ടൺ/മീറ്റർ². നേരത്തെ നമ്മൾ ഗ്യാപ്പ് കണ്ടുപിടിച്ചു. 2 mm ഗ്യാപ്പിന് എത്ര സ്ട്രെസ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 20 മെക്കാനോട്ടൺ/മീറ്റർ² സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ ആ റെയിൽസ് തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവണം എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. സോ അഗൈൻ പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസ് ആണ്. ഇവിടെ ഇത്രയും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ദർ ഇസ് സം പാർഷ്യൽ റെസിസ്റ്റൻസ്. സോ പാർഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ഈ ഗ്യാപ്പ് എത്ര ആയിരിക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അഗൈൻ പാർഷ്യലി റീസ്ട്രെയിൻഡ് കേസ് ആണ്. Here we have PL by A is equal to L alpha T minus delta. Same equation. So PL by A is equal to L alpha T minus delta എന്ന് നമ്മൾ എടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ എഴുതുന്നു. ലെങ്ത് 12.6 ആണ്. എൽ ആൽഫ ടി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഇവിടെ സ്ട്രെസ് തന്നിട്ടുണ്ട്. സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് പി ബൈ എ, ദാറ്റ് ഈസ് 20 മെക്കാനോട്ടൺ/മീറ്റർ². നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റയാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദിസ് വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? പി ബൈ എക്ക് പകരം ഞാൻ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലിന് പകരം 12.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്ക് പകരം 2 × 10⁵. ഇത് 10⁵ ആണ്. 2 × 10⁵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി മൈനസ് ഡെൽറ്റ. എൽ ആൽഫ ടി എന്ന് വെച്ചാൽ 3.024 × 10⁻³ മൈനസ് ഡെൽറ്റ. ഇവിടെ ബാക്കി എല്ലാ വാല്യൂസ് അറിയാം. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് ദ ഗ്യാപ്പ്. ഗ്യാപ്പ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1.764 × 10⁻³ മീറ്റർ, അതായത് 1.764 mm. ഓക്കെ, ഇങ്ങനെയാണ് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുക. സോ ഈ 3 കേസിൽ കൂടെ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ കൂടെ ടോട്ടലി നമുക്ക് ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് വരാം. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? ഫ്രീ ടു എക്സ്പാൻഡ് കേസ് അല്ലേ? അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് എത്ര ഗ്യാപ്പ് ഉണ്ടാവണം എന്നാണ് ഡിസ്കസ് ചെയ്യുക. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
അതിന് ഫ്രീ എക്സ്പാൻഡ് ചെയ്യാനുള്ള അത്രയ്ക്കും ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എൽ ആൽഫ ടി. രണ്ടാമത്തെ കേസിൽ ദർ ഈസ് നോ എക്സ്പാൻഷൻ ജോയിന്റ്. എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് പാർഷ്യലി അല്ല ഫുള്ളി റീസ്റ്റൈൻഡ് കേസാണ് അല്ലെ. എത്ര എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് തിരിച്ച് അതിന്റെ പൊസിഷനിൽ എത്താൻ സപ്പോർട്ട് ശ്രമിക്കും. ഇവിടുത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത റെയിലാണ്. ദാറ്റ് ഈസ് ഫുള്ളി റീസ്റ്റൈൻഡ് കേസ്. അടുത്ത രണ്ട് കേസസിലും ഇറ്റ് ഈസ് പാർഷ്യലി റീസ്റ്റൈൻഡ്. സം സ്ട്രെസ്സസ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു എ സ്മോൾ ഗ്യാപ്പ്. ദാറ്റ് ഗ്യാപ്പ് ഈസ് എക്സ്പാൻഷൻ ജോയിന്റ്. ആ എക്സ്പാൻഷൻ ജോയിന്റ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ദിസ് ഈസ് ദ മെയിൻ ടൈപ്പ് ഓഫ് പ്രോബ്ലം ദാറ്റ് കംസ് ഫ്രം ദിസ് പോർഷൻ. സോ ഇതിന്റെ വേറൊരു രീതിയിലുള്ള എക്സാമ്പിൾ പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. There is an underground pipeline. Just a second. Okay. There is an underground pipeline which is laid at 15 degrees Celsius in spring season. What is the nature and magnitude of the stress produced in the pipe if the temperature falls down to -3 degrees Celsius in winter and the pipeline is prevented from contraction? Take E is equal to 200 giganewton per meter square and alpha is equal to 12 into 10 raised to -6 per degree Celsius. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? ഏതോ കോൾ കൺട്രി ആണ്. അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈൻ ഇടുന്ന സമയത്ത് വിന്റർ സീസൺ ആയിരുന്നില്ല, കുറച്ച് അത്യാവശ്യം ടെമ്പറേച്ചർ ഉള്ള ഒരു സീസൺ ആയിരുന്നു. ആ സമയത്ത് എത്ര ടെമ്പറേച്ചറിലാണ്? 15 ഡിഗ്രി സെൽഷ്യസിലാണ് ആ പൈപ്പ് ലേ ചെയ്തത്. ആ പൈപ്പ് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ ഇട്ട സമയത്ത് 15 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. ഇനി വിന്റർ സീസൺ ആയി. വിന്റർ സീസൺ സമയത്ത് ആ സ്ഥലത്തെ ടെമ്പറേച്ചർ -3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയുന്നു. അങ്ങനെ 3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയുമ്പോൾ ആ പൈപ്പിന് വരാൻ സാധ്യതയുള്ള കോൺട്രാക്ഷൻ നമുക്കറിയാം. കോൺട്രാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുക. സോ ദർ ഈസ് സം റെസിസ്റ്റൻസ് അല്ലെ. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ കോൺട്രാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് പ്രിവെന്റഡ് ഫ്രം കോൺട്രാക്ഷൻ. അങ്ങനെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്ഷൻ ഇല്ല, ദർ ഈസ് സം റെസിസ്റ്റൻസ്. അങ്ങനെ ആ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് എന്താണ്? ആ സ്ട്രെസ്സിന്റെ നേച്ചർ എന്താണ്? ഏത് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് ചോദിക്കുന്നു. സോ സ്ട്രെസ് എത്രയാണ്, സ്ട്രെസ്സിന്റെ കംപ്രഷൻ എത്രയാണെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ വാല്യൂ ആൽഫ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ പ്രോബ്ലം ആണ്. എങ്ങനെ ചെയ്യാം? ലാസ്റ്റ് സെന്റൻസ് തന്നെ എടുക്കാം. പ്രിവെന്റഡ് ഫ്രം കോൺട്രാക്ഷൻ. പ്രിവെന്റഡ് ഫ്രം കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ സംഭവിക്കുന്നില്ല. ദർ ഈസ് ഫുൾ റിസ്ട്രെയിൻ അല്ലെ. പൈപ്പ് ഈസ് ഫുള്ളി റിസ്ട്രെയിൻ. ദർ ഈസ് നോ എക്സ്പാൻഷൻ, ദർ ഈസ് കോൺട്രാക്ഷൻ മീൻസ് ദർ ഈസ് നോ കോൺട്രാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ഫുള്ളി റിസ്ട്രെയിൻ. ഈ വാക്കാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ്. സോ പൈപ്പ് ഈസ് ഫുള്ളി റിസ്ട്രെയിൻ. പൈപ്പ് ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഇക്വേഷൻ നമുക്ക് അറിയാം. ഇ ആൽഫ ടി ആണ് അതിന്റെ തെർമൽ സ്ട്രെസ്. സോ നമ്മുടെ ഈ പൈപ്പ് സ്പ്രിംഗ് സീസണിൽ നിന്ന് വിന്റർ സീസണിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, പക്ഷെ അതിന് കോൺട്രാക്ഷൻ സംഭവിക്കുന്നില്ല. കാരണം ഇറ്റ് ഈസ് ഫുള്ളി റെസിസ്റ്റന്റ്. സോ ആ സമയത്ത് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ ഇ ആൽഫ ടി ആണ്. ഇ തന്നിട്ടുണ്ട് 200 giganewton per meter square. ആൽഫ 12 into 10 raised to -6 per degree Celsius. ടി is 15 minus -3 18 degree Celsius. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ എടുത്ത്? ലേയിങ് ടെമ്പറേച്ചറും നമ്മൾ കൺസിഡർ ചെയ്യുന്ന മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടുത്തെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -3 ഡിഗ്രി ആണ്. സോ 15 - -3 അല്ലെ. -3 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ. 15 എന്ന് പറയുന്നതാണ് അത് ലേ ചെയ്തപ്പോഴുള്ള ടെമ്പറേച്ചർ. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 15 - -3 ദാറ്റ് ഈസ് 18 ഡിഗ്രി സെൽഷ്യസ്. സോ ടി ഈസ് 18 ഡിഗ്രി സെൽഷ്യസ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 200 into 12 into 10 raised to -6 into 18. You get the answer as 43.2 into 10 raised to -3 giganewton per meter square. ഇവിടെ ഞാൻ യൂണിറ്റ് കൺവേർഷൻ ഒന്നും നടത്തിയിട്ടില്ല അല്ലെ. 200 എന്ന് കിട്ടിയത് 200 തന്നെ ഇട്ടത് കൊണ്ടാണ് ഇവിടെ giganewton per meter square എന്ന് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്താൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല. വേറെ ഫോഴ്സ് യൂണിറ്റ് ഒന്നും വരുന്നില്ല അല്ലെ. ഈ മാത്രമേ ഫോഴ്സിന്റെ യൂണിറ്റിൽ വരുന്നുള്ളൂ. ആൽഫ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്, ടി ഡിഗ്രി സെൽഷ്യസ് ആണ്. രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കിയുള്ളത് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ്. സോ giganewton per meter square. You got sigma t. ഇവിടെയും ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഇഷ്യൂ ഉള്ളൂ. സോ പ്രിവെന്റഡ് ഫ്രം കോൺട്രാക്ഷൻ എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് ഫുള്ളി റീസ്ട്രെയിൻഡ് എടുക്കുന്നു. ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ തെർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ആൽഫ ടി. ഓക്കെ. അല്ലെങ്കിൽ പി എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ടി എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സോ ഇനി അടുത്തത് നാച്ചറും ചോദിച്ചിട്ടുണ്ട്. നാച്ചർ എന്ന് വെച്ചാൽ ഇത് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ? ടെൻസൈൽ സ്ട്രെസ് ആണോ കംപ്രസീവ് സ്ട്രെസ് ആണോ? നമുക്കറിയാം ടെമ്പറേച്ചർ കുറയാ ചെയ്ത്.
ടെമ്പറേച്ചർ കുറയുമ്പോൾ കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ സപ്പോർട്ട് എന്താ ചെയ്യുക, തിരിച്ചു പിടിച്ച് പുള്ള് ചെയ്യും. സോ whenever temperature rises, the nature of the stress is whenever contracts, the nature of stress is tensile stress, അല്ലെ? ചെറുതാവാൻ ശ്രമിക്കുന്നു, അപ്പൊ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നു. സോ ദ സ്ട്രെസ് ഈസ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ഈസ് ഡെവലപ്ഡ് വെൻ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു fall in temperature. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചൊക്കെ ഒരു സിംഗിൾ മെറ്റീരിയൽ ആയിരുന്നു, സ്റ്റീൽ റെയില്, അതുപോലെ ഇവിടെ ഒരു പൈപ്പ്. സോ സിംഗിൾ മെറ്റീരിയലിൻ്റെ ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോമ്പൗണ്ട് മെറ്റീരിയൽസിൻ്റെ ടെമ്പറേച്ചർ സ്ട്രെസ് എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ.